അല്ലേ? നമുക്കൊക്കെ തെറ്റുപറ്റും, മനുഷ്യർക്ക് തെറ്റുപറ്റും. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്താൽ, അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു തെറ്റുപോലും അവരെന്ന് സംഭവിക്കാം. അതുകൊണ്ടൊന്നും അവർ ഈമാനിന് പുറത്തു പോകണില്ല. അവർ മുദ്നിബീങ്ങളാണ്. തെറ്റ് സംഭവിച്ചു എന്നേ വരൂ. ഇൻഷാ അഗ്ഫർ വ ഇൻഷാ അഅദബ്. അല്ലാഹുവിനെ വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിനെ പുറത്തു കൊടുക്കാം. പക്ഷേ ഈ മുഅ്മിനീങ്ങളാണ്. ഈമാനിന് പുറത്തു പോകുന്നുണ്ടോ? ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കാം. ഹദീത്ത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. ഹദീത്ത് ഇങ്ങനെ ശരിക്കും മലയാളത്തിലെ പരിഭാഷ ഇങ്ങനെ വായിച്ചാൽ ആൾ നേരെ നരകത്തിലേക്ക് പോകുന്നു തോന്നും. അതുകൊണ്ടാണ് ഫത്വ പറയിലെ ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ. നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ആ ഹദീത്തിന്റെ സാരം വലിയൊരു നരകം പോലെയുള്ള ഒരു ശിക്ഷ കിട്ടാൻ മാത്രം അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്, അത്രേ ഉള്ളൂ. എന്നല്ലാതെ ആത്മഹത്യ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നതിനർത്ഥമല്ല. ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കണം, ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടി ജാരിയായ സദഖ ചെയ്യാം, മഗ്ഫിറത്തിനെ ചോദിക്കാം, ഒക്കെ ചെയ്യാം. എന്തേ? ഈമാൻ ഉണ്ടായിരുന്നോ? ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ പുറത്തു പോവോ? ഈമാൻ പുറത്തു പോകില്ല. അങ്ങനെ പുറത്തു പോകുമെന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ അതിനൊക്കെ എതിരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ദലീലുകളാണ് ഈ പറയുന്നതൊക്കെ. തെറ്റ് ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഈമാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അവരുടെ ഖൽബിലുള്ള വിശ്വാസമാണ്. ചെയ്ത് തെറ്റായിരിക്കാം, മുഅ്മിനീങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ തൗബ ചെയ്യണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം.